അസ്സലാമു അലൈക്കും. സാബിറേ, ഡാ മോനെ, നിങ്ങൾ എത്താറായോ? അവിടെ കഴിഞ്ഞോ? നീ വരുന്ന വഴിക്കേ നമ്മുടെ സേതാലിക്കാട് കടയിലൊന്ന് കയറണേ. ഉപ്പ അവിടെ വെച്ചൊരു സഞ്ചി വെച്ച് മറന്നു. എന്നാൽ ശരി മോനെ, അത് എടുക്കാൻ മറക്കല്ല കേട്ടോ. മനുഷ്യ, എത്താറായി. എന്തായി എന്തോ അവിടുത്തെ കാര്യം? നിങ്ങൾ അതിനെടുക്കാൻ സഞ്ചി എന്താണ് മറന്നു വെച്ചത്? അത് വേറൊന്നുമില്ലിക്ക. ഹോസ്പിറ്റലിലായെന്ന് പറഞ്ഞ് നാദിറ പൈസ വല്ലതും ചോദിച്ചാൽ സാബിർ എടുത്തു കൊടുക്കുമോ എന്ന് അറിയാനായിരുന്നു. ഭാഗ്യം, ഓളൊന്നും ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കാനുള്ളത് വേറൊരാൾക്ക് കൊടുക്കുക എന്ന് വെച്ചാലേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതും ശരിയായിക്ക. അല്ല, ആ റിയാസിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? കോണ്ടാക്ടറല്ലേ, ഒരു പണിക്കാരെ ഇല്ലെന്ന് കരുതിയിട്ട് എന്തിനാ 2 നില തട്ടിൻ്റെ മുകളിൽ കയറി അറിയാത്ത പണി എടുക്കണത്? ഇതിപ്പോൾ സാബിർ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഉച്ചക്ക് പറഞ്ഞത് നട്ടെല്ലിന് കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്നാണ്. പഠിച്ചോനെ, അതിനൊക്കെ പ്രശ്നം കിട്ടിയാൽ കെടുപ്പാവൂലേ? ആ ഷംന എന്തൊരു പാവാണ്. പക്ഷെ എന്തോ ഷംനയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും തോന്നിയില്ല. എന്തൊക്കെയോ കള്ളത്തര ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ലേ? എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടം ആ കരിഞ്ഞ പെണ്ണിനോടാവും, നൂറിനോട്. എനിക്ക് തോന്നുന്നു ആ പെണ്ണ് വീട്ടിൽ കാലുകൊത്തിപ്പോൾ ഉണ്ടായ കഷ്ടക്കാലെന്നാണ്. ഓളൊരു നസീബില്ലാത്ത പെണ്ണാ. എനിക്കിഷ്ടമുള്ള നാദിറയാണ്. ഓൾക്ക് എന്ത് മൊഞ്ച. എൻ്റെ സാബിറിൻ്റെ ഭാഗ്യം വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ഈ ആശുപത്രിയിൽ കെട്ടിവെക്കാനേ ഇത്രയും തുക എന്താ ചെയ്ത അവർ? സാബിർ പറഞ്ഞോ വല്ലതും? ഷംനയുടെ മഹർ വരെ വിറ്റു എന്നാണ് കേട്ടത്. വേറെ ഇവിടുന്നായിട്ടൊക്കെ കുറച്ച് വാങ്ങി ബില്ലടിച്ചു തന്നു. അതൊരു സമാധാനമുള്ള കാര്യമായി അല്ലേ ഇക്ക? അതെ. ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്ന് എന്ന് കൊണ്ടുവരാവും. നമ്മുടെ ആനന്ദം വൈദ്യരില്ലേ, ഓരോന്ന് പോയി കണ്ട് ഉച്ചിലോ മറ്റോ എന്തെങ്കിലും ഉണ്ടാവും. അയാളുടെ ചികിത്സ ആവും റിയാസിന് നല്ലത്. എൻ്റെ പൊന്നിക്ക, അങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? നാദിറയുടെ വീട്ടുകാർ തീരുമാനം എടുത്തോളും. കഴിക്കുന്ന ഗുളിക 2 എണ്ണം ആക്കാനുള്ള ശ്രമമാണോ നിങ്ങൾ? ഇനി സാബിർ ഇതൊക്കെ പോയി പറഞ്ഞോ അവൻ്റെ തലയിലായാലോ? പഠിച്ചോനെ, അത് നമ്മൾ ഓത്തില്ല ബീവി. എനിക്കല്ലെങ്കിലും ഇടയ്ക്ക് നല്ല ബുദ്ധിയാണ്. സാബിറിൻ്റെ ഉപ്പയും ഉമ്മയും ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ബൈക്കിൽ നിന്ന് സാബിറും നാദിറയും വന്നിറങ്ങുന്നത്. പക്ഷേ അവർ തമ്മിലുള്ള ആ അന്തരം ആ ഇരുപ്പിൽ തന്നെ കാണാമായിരുന്നു. നാദിറ മോളെ, ഇക്കാക്ക് എങ്ങനെയുണ്ടടി? ഡിസ്ചാർജ് ആവുമോ അടുത്ത്? നാളെ ആവും ഉമ്മ. സർജറി എല്ലാം കഴിഞ്ഞില്ലേ? ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. കൂടെ ഫിസിയോതെറാപ്പി ചെയ്യാനും. നട്ടലിൻ്റെ പരിക്കുള്ളതുകൊണ്ട് എൻ്റെ ഇക്കാക്ക് പെട്ടെന്ന് എണീറ്റ് നടക്കാൻ വിങ്ങിപ്പൊട്ടി നാദിറ മുഴുവനാക്കാതെ അകത്തേക്ക് പോയി. അവർക്ക് മനസ്സിലായിരുന്നു ആ വേദന. പുറകെ വന്ന സാബിർ സഞ്ജു ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി. മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ കമഴ്ന്നു കിടന്ന് കരയുന്ന നാദിറയെയാണ് അവൻ കണ്ടത്. അവൻ്റെ ഉള്ളിലും ഒരു ചെറുവേദന തോന്നി. ഞാൻ ഉണ്ടായിട്ടും അവളെ കണ്ണുനീരിന് സമാധാനം കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന നിമിഷം ഓർത്തുപോയി. പഴയ സ്നേഹങ്ങൾ ഇന്നും ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോൾ സ്വപ്നം കാണാൻ കാത്തിരിക്കുന്നവളെ, തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ ആഗ്രഹിക്കുന്നവളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുകയാണെന്ന് തോന്നിയവന് എങ്കിലും ഹൃദയത്തിലൊരു മുട്ടുസൂചിയിൽ വിരിഞ്ഞ സ്നേഹം അടക്കി വെച്ചിരുന്നു. സാബിർ ഫ്രഷായി നാദിറയുടെ അടുത്ത് വന്നു കിടന്നു. എങ്കിലും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ട് സാബിറിന് നേരെ അവൾ തിരിഞ്ഞു കിടന്നു. ആ നെഞ്ചിലേക്ക് പതുങ്ങി. അപ്പോഴും സ്വന്തം ഇക്കാക്കയെയും സ്വന്തം ജീവിതത്തെയും ഓർത്ത് അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. പെട്ടെന്നുള്ള അവളുടെ സ്പർശനത്തിൽ ഒരു അസ്വസ്ഥത തോന്നിയപ്പോൾ സാബിർ അവിടെ നിന്നും എഴുന്നേറ്റ് മാറിയിരുന്നു. സാബിക്ക, എന്തിനാണ് ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എൻ്റെ സങ്കടം താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഒന്ന് ചേർന്ന് കിടന്നതായിക്ക. ഞാൻ ഇത്രയും വെറുപ്പ് എന്നോട് എന്തിനാ കാണിക്കുന്നത്? ബെഡിൽ ഇരുന്ന കരയുന്ന നാദിറയുടെ അരികിലേക്ക് സാബിർ ചേർന്നിരുന്നത്. നാദിറ, എന്നോട് ക്ഷമിക്കടി. ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ നിന്നെ. പതിയെ ഇങ്ങനെ കരയല്ലേ. ഇനി ഞാൻ കാരണം നിൻ്റെ കണ്ണുകൾ നിറയരുത് കേട്ടോ. സാബിർ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾക്കൊരു പുതിയ അനുഭവമായിരുന്നു അത്. അവളെ പതിയെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അവളുടെ നെറ്റിയിൽ സാബിറിൻ്റെ ആദ്യ ചുംബനം പതിക്കുമ്പോൾ നാദിറയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞിരുന്നു. തനിക്ക് നഷ്ടമാണെന്ന് വിചാരിച്ചിരുന്ന സ്നേഹവും കരുതലും തൻ്റെ ഭർത്താവിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഉള്ള മനോഹരമായ നിമിഷങ്ങളായിരുന്നു അവൾക്ക് തോന്നി. അവളുടെ വെള്ളാനം കണ്ണുകളിലേക്ക് നോക്കി സാബിർ പറഞ്ഞു, ഇനി ഈ കണ്ണുനീര് പൊഴിയുന്നത് എൻ്റെ മയ്യത്തെടുക്കുമ്പോൾ മാത്രമാവണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നാദിറ. ഇനി ഈ കണ്ണുകൾ ഒരിക്കലും ഈ കാരണത്താൽ നിറയാൻ പാടില്ല. എൻ്റെ ഉള്ളിലിപ്പോൾ നീ മാത്രമാണ്. ഇതുകൂടി കേട്ടപ്പോൾ സാബിറിൻ്റെ നെഞ്ചിലേക്ക് നാദിറ
ഒന്നുകൂടി ചേർന്നു കിടന്നു. നൂറ, 2500 രൂപയാകും മോളെ. മാധവേട്ടൻ ദയനീയമായി പറഞ്ഞുകൊണ്ട് നൂറയെ നോക്കാതെ തലകുനിച്ചു. അപ്പോഴും അവളുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. എത്രയോ ദിവസങ്ങളായി മനഃപൂർവ്വം എടുത്തണിഞ്ഞ ചെറിയൊരു പുഞ്ചിരി. ദാ വരുന്നു മാധവേട്ട, അവിടെ നിൽക്കൂട്ടോ. ഹാളിൽ നിരത്തി വച്ചിരുന്ന ബാഗുകളിൽ നിന്ന് അവളുടെ ഹാൻഡ് ബാഗ് തിരഞ്ഞെടുത്ത് കയ്യിലേക്കെടുത്തു. അതിൻ്റെ എല്ലാ സിബുകളും ശ്രദ്ധയോടെ ആകാംക്ഷയോടെ തുറന്നു നോക്കി. 2 തവണ നിരാശയാണെങ്കിലും അവസാനം അവളുടെ കയ്യിൽ നോട്ടുകളുടെ തണുപ്പറിഞ്ഞു. പ്രാർത്ഥനയോടെ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ മാധവേട്ടൻ പറഞ്ഞ സംഖ്യയിലേക്ക് എത്താൻ ഇനിയും 2 500 കൂടി വെക്കണം. കയ്യിലുള്ളത് തരും നൂറ, ബാക്കി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊടുത്തോളാം കേട്ടോ. അവളുടെ അവസ്ഥ അറിഞ്ഞിട്ടോ എന്തോ അയാൾ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് കൈകൾ താഴ്ത്തി. എത്രയൊക്കെ ഈ വീടിനുള്ളം തപ്പിത്തെരഞ്ഞാലും ഒരു നാണയത്തൊട്ട് പോലും എടുക്കാൻ ഇനി ബാക്കിയുണ്ടാവില്ലെന്ന അറിവ് അവളെ നിവർത്തിക്കേടിൻ്റെ ആഴങ്ങളിൽ കൊണ്ടെത്തിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം എടുത്തവൾ അയാൾക്ക് നേരെ നീട്ടി. പാവം, ദിവസവും ജോലിക്ക് പോയി കുടുംബം പോറ്റുന്ന പ്രാരാബ്ധക്കാരനാണ്. എങ്കിലും കയ്യിലുള്ളതെല്ലാം തന്നെ ഇത്രയും ദിവസം കൂടെ നിന്നിട്ടേ ഉള്ളൂ. അയാളുടെ അവസ്ഥകൾ അറിഞ്ഞ് നീട്ടുന്ന സഹായങ്ങൾ വേണ്ടെന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ അതിന് സമ്മതിക്കുന്നില്ല. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസ് ഡ്രൈവർക്ക് പൈസ കൊടുത്തു വരുന്ന മാധവേട്ടനെ കണ്ടതും നൂറ ഓർത്തു. എന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ മോളെ, ഇനി ഇവിടെ ആവശ്യമില്ലല്ലോ, ഇടയ്ക്ക് വരാട്ടോ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും ഈ വിളിക്കാൻ മടിക്കല്ലേ. ഒന്നേർത്ത് പേടിക്കും വേണ്ട, എല്ലാം ദൈവത്തിൻ്റെ വിധിയാണെന്ന് കൂട്ടിയാൽ മതി. ആംബുലൻസ് വഴി കടന്നുപോയതും പുറകെ ഇറങ്ങാൻ തയ്യാറായി മാധവൻ പറയുമ്പോൾ നൂറ പുഞ്ചിരിച്ചുകൊണ്ട് തല ആട്ടിയതേയുള്ളൂ. പുഞ്ചിരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലല്ലോ. എന്താ ഇമ്മായി കാണിക്കണേ? ഇങ്ങോട്ട് മാറിക്കേ, ഇക്കാക്ക് ബുദ്ധിമുട്ടാവൂലേ? മോളെ, എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ കണ്ടില്ലേ? പഠിച്ചോനെ, എന്തിങ്ങനെ ഒരു വിധി എൻ്റെ മോനെ കൊടുത്തത് റബ്ബേ. വൃത്തിയിൽ വിരിച്ചിട്ട ബെഡിലേക്ക് ഒരു നിമിഷം നൂറയുടെ കണ്ണുകൾ പോയി. ഒരനക്കവുമില്ലാതെ ദേഹത്ത് മുഴുവനും പ്ലാസ്റ്ററും വെച്ച് കെട്ടുകളുമായി കിടക്കുന്ന ഇക്കാക്ക. തലയൊന്നാകെ പൊതിഞ്ഞു വെച്ചത് കാരണം നീരുവന്ന വീർത്ത രക്തനിറമുള്ള കണ്ണുകൾ മാത്രം കാണാം. നോക്കി നിൽക്കുന്നവർക്ക്, അപരിചിതർക്ക് പോലും കണ്ടു നിൽക്കാനാവാത്ത അവസ്ഥ. പിന്നെ എങ്ങനെ സ്വന്തം പെറ്റുമ്മാക്ക് ഹൃദയം കീറി മുറിയാതെ ഇരിക്കും? ഇതാണ് ഉമ്മാനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാഞ്ഞത്. ഈ കരച്ചിലുണ്ടാവുമെന്നറിയാം എനിക്ക്. ശരീരം എനിക്കാവില്ല എന്നേ ഉള്ളൂ. എല്ലാം ഇക്ക കേൾക്കുന്നുണ്ടാവും. ഇവിടെ കിടന്ന് ഉമ്മങ്ങനെ കരഞ്ഞു വിളിച്ചാൽ ഇക്കാക്ക തളർന്നു പോവേയുള്ളൂ. സമാധാനം കൊടുക്കേണ്ടത് നമ്മളല്ലേ ഉമ്മ? ബലമായി ആ റൂമിൽ നിന്ന് ഉമ്മയെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് നൂറ പറഞ്ഞു. അവളുടെ ഒരാശ്വാസവാക്കുകളും അവർക്ക് മനസ്സിനെ തണുപ്പേകിയിരുന്നില്ല. ഉമ്മ, ഈ ഒരവസ്ഥയിൽ ഉമ്മ കൂടി തളർന്നു പോയാൽ ഞാൻ താങ്ങാണ്ടാവില്ല എന്നല്ല, പക്ഷേ അത് കൂടി താങ്ങാനുള്ള ശേഷി ഉമ്മ എനിക്കില്ല. ഇപ്പം തന്നെ ഒരു വിധാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് തലയിൽ എടുത്താൽ പൊന്താത്ത ഒരു ഭാരം എടുത്തു വെച്ചതുപോലെയാണ് ഉമ്മ ഇപ്പോൾ എൻ്റെ അവസ്ഥ. അത് ചുമന്നേ പറ്റൂ. ഉമ്മ കൂടി ഒരു ഭാഗത്ത് തളർന്നിരുന്നാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ ആയെന്ന് വരില്ല ഉമ്മ. എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ ഉമ്മ. തന്നെ റൂമിലേക്കിരുത്തി കണ്ണ് തുടിച്ചിറങ്ങി പോകുന്നവളെ ആ ഉമ്മ വേദനയോടെ നോക്കി. എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു വിധി. നെഞ്ചിൽ കൈവച്ച് ഉടയവനോട് പരാതി പറയാനല്ലാതെ ആ ഉമ്മാക്ക് എന്ത് സാധിക്കും? ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും മനുഷ്യനൊരു പേരിട്ടല്ലേ വിളിക്കാറ്? വിധി. അതാണ് വിധി. ഇത് കൊടുത്താലോ നൂറ? 1-2 സ്പൂൺ കഞ്ഞിയേ ഉണ്ടാവൂ. അത് മിക്സിയിൽ അരച്ചെടുത്ത് പാത്രത്തിലാക്കി വന്ന് ഷംന ചോദിക്കുമ്പോൾ നൂറ അവളെ എന്ന് നോക്കി. ദിവസങ്ങൾ കൊണ്ട് ഒരുമാതിരി വിളർച്ച ബാധിച്ചവരെ പോലെ ആയിട്ടുണ്ട്. സാധാ സമയവും അണിഞ്ഞൊരുങ്ങി നടന്നിരുന്ന ഉന്മേഷമുള്ള ആളായിരുന്നു ഷംന. ഇപ്പോൾ അവൾ ആണിതെന്ന് പറഞ്ഞറിയിക്കണം. പാറിപ്പറന്ന മുടിയും ഉറക്കം നഷ്ടപ്പെട്ടതും വരണ്ടുണങ്ങിയ കണ്ണുകളും മെലിഞ്ഞു തുടങ്ങിയ ശരീരവും കാണുമ്പോൾ തന്നെ അറിയാം ഇക്കാക്കാൻ്റെ അവസ്ഥ അവരെ എത്രത്തോളം തളർത്തി കളഞ്ഞിരിക്കുന്നു എന്ന്. ബെഡിലേക്ക് ഇരുന്ന ഷംനയുടെ കാലുകൾക്ക് മേലെ റിയാസിൻ്റെ തല പതിയെ ഉയർത്തി വെച്ചു കൊടുത്തു നൂറ. അവൾ തന്നെയാണ് അരച്ചെടുത്ത കഞ്ഞി തുള്ളി തുള്ളിയായി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തത്. അതുപോലും കുടിച്ചിറക്കാൻ സാധിക്കാത്തവനെ പോലെ ഷംന നിറഞ്ഞ കണ്ണുകളോട് നോക്കി. എൻ്റെ ഇക്ക. അവളുടെ ഹൃദയം അലമുറയിട്ട് മൗനമായി കരഞ്ഞു. വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്കൊഴുകാൻ തുടങ്ങിയപ്പോൾ നൂറ മതിയാക്കി എണീറ്റു. ഷംന അവളുടെ ചുമലിൽ കിടന്നിരുന്ന കട്ടിയില്ലാത്ത നേർത്ത തുണികൊണ്ട് എടുത്ത് പതിയെ അവൻ്റെ ചുണ്ടുകൾ ഒപ്പിയെടുക്കുമ്പോഴും വാതിലിനരികിൽ നിഴലനക്കം കാണുന്നത് നോക്കുമ്പോൾ ഷംനയുടെ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളുമാണ്.
അവരെ കണ്ടിട്ടെന്ന പോലെ ഉമ്മ റൂമിൽ നിന്ന് എണീറ്റ് വന്നു. എങ്കിലും ധൃതി പിടിക്കാതെ പതിയെ തന്നെ റിയാസിൻ്റെ തല ഷംനയുടെ മടിയിൽ നിന്നെടുത്ത് ബെഡിലേക്ക് കിടത്തി നൂറ. അവനെ പുതപ്പിച്ചിരുന്ന പുതപ്പ് ഒന്നുകൂടി ശരിയാക്കി വന്നവർക്ക് മങ്ങിയൊരു ചിരി സമ്മാനിച്ചുകൊണ്ടവൾ പുറത്തേക്കിറങ്ങി. ഇയ്യും കുട്ടിയാളോ ഇനി പെരേക്ക് പോരെ, ഇവനിനി എന്നെണീക്കുന്നു കരുതിയ ഉമ്മാൻ്റെ കുട്ടീൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പട്ടിണിക്കോലം ആയിപ്പോലെ എൻ്റെ മോള്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്കവിടെ കഴിയുക. ഇവനെ നോക്കാൻ ആ പെണ്ണ് തള്ളിയൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എൻ്റെ കൈകൊണ്ടൊരു മുട്ടുസൂചി പോലും എടുക്കാനാവില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഈ കടുത്ത മരിക്കോളം എങ്ങനെ കിടക്കുക എന്നല്ലാതെ. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആണോ? നിങ്ങളെയൊക്കെ വലിയ പഠിച്ചോ മുകളിലുണ്ട്, അവൻ തീരുമാനിച്ചോളൂ. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലേ ഇങ്ങോട്ട് ബുദ്ധിമുട്ട് വരണ്ട. ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ല, അങ്ങോട്ട് അറിയിച്ചേക്കാം. നൂറ കയ്യിൽ ഉണ്ടായിരുന്ന ജ്യൂസ് ഗ്ലാസ് ഷംനയുടെ ഉമ്മയുടെ കയ്യിലേക്ക് ബലമായി പിടിപ്പിച്ച് അവരെ രൂക്ഷമായി ഒന്ന് നോക്കി ഇറങ്ങിപ്പോകുന്ന വഴി ഷംനയെയും തെറപ്പിച്ചൊന്ന് നോക്കാൻ മറന്നില്ല. ഉമ്മ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതെല്ലാം തിരുമ്പാണ്ട്. ഷംനയുടെ ഉമ്മാൻ്റെ വാക്കുകൾ കേട്ട് തട്ടം കൊണ്ട് വാപ്പൊത്തി കരയുന്ന ഉമ്മയെ നിർബന്ധിച്ചവൾ പുറത്തേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ നൂറ ഓർക്കുകയായിരുന്നു അന്ന് മാധവേട്ടനോടൊപ്പം ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയ ആ ദിവസത്തെ. അല്ല വക്കീലെ, എന്തായി എൻ്റെ ജാമ്യത്തിൻ്റെ കാര്യം? ഇവിടെയുള്ളവരെ നോട്ടവും സംസാരം കേട്ട് എനിക്ക് മടുത്തിടോ. എനിക്ക് സാവകാശം വേണം ആഷിക്കേ, പക്ഷെ തൻ്റെ സ്വത്തുക്കൾ എവിടെയും പോവില്ലല്ലോ. പിന്നെ തന്നോടൊരു സന്തോഷ വാർത്ത പറയാണ്ട്. ഈ സെല്ലിൽ കിടക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ ദേഷ്യം പടർത്തുന്ന ഒരു പേരില്ലേ, നൂറ. ആ നൂറൻ്റെ ഇക്ക ഒരുത്തുന്നില്ല, റിയാസ്. അവനൊന്ന് വീണതാണോ വീഴ്ത്തിയതാണോ എന്നൊന്നും ഒരുത്തനും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം കിടപ്പായിപ്പോയി അവൻ. എൻ്റെ വക്കീലേ, ഇത് ഒന്നൊന്നൊരു വാർത്ത ആണല്ലോടോ. നമുക്ക് ഈ സാഹചര്യത്തിൽ നൂറക്കൊരു ഗിഫ്റ്റ് കൂടി കൊടുക്കണമല്ലോ. അവളുടെ ആ കണ്ണുനീരിൽ ചവിട്ടി മതിച്ച് വേണം എനിക്ക് ജയിലിൽ നിന്ന് ഇറങ്ങാൻ. അത് പറയാനുണ്ടോ ആഷിക്കേ? ഈ ശങ്കരനാരായണ വക്കീലേ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പിന്നെ ചെയ്തിരിക്കും, ഉറപ്പ്. മാധവേട്ടനോടൊപ്പം ഹോസ്പിറ്റലിൽ എത്തിയത് നൂറ ഓർക്കുകയായിരുന്നു. ദാ അങ്ങോട്ട് പോവാം. ഹോസ്പിറ്റലിന് മുന്നിൽ എന്താണെന്ന് അന്തിച്ചു നിൽക്കുന്ന സമയം ദൂരെ ICUവിൻ്റെ വാതിലേക്ക് ചൂണ്ടിയാണ് മാധവേട്ടൻ അത് പറയുന്നതെന്ന് കേട്ടതും കണ്ണുകൾ മിഴിഞ്ഞുപോയി. എത്രയൊക്കെ വേഗത്തിൽ ICUവിന് മുന്നിലേക്ക് ഓടിയിട്ടും എത്തിപ്പെടാത്ത പോലെ കാലുറപ്പിച്ച് വെക്കാൻ ഒരു തരി മണ്ണില്ലാത്ത പോലെ. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാ നിങ്ങളെ വിളിക്കാൻ ഞാൻ വന്നത്. ഫോണിൽ വിളിച്ച് പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുന്നിൽ കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന നൂറയോടും ഷംനയോടും സങ്കടത്തോടെ തന്നെയാണ് മാധവേട്ടൻ അത് പറഞ്ഞത്. അന്നേ ഞാൻ പറഞ്ഞതാ ഇക്കാനോട്, ഈ നശിച്ചവളെ കാര്യത്തിൽ ഇടപെടല്ലേ എന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? നിനക്ക് സമാധാനമായില്ലേടി? എൻ്റെ ഇക്കാനെ കൂടി കൊലക്ക് കൊടുത്തപ്പോൾ എനിക്കുറപ്പുണ്ട് നിന്നെ വീട്ടിൽ കയറ്റിയതിന് ആ ആശയ്ക്ക് കൊടുത്ത ശിക്ഷ ഒന്ന്. എനിക്കും എൻ്റെ മക്കൾക്ക് ഇനി ആരുണ്ട് റബ്ബേ? എവിടെയെങ്കിലും പോയി നാശം പിടിക്കാനുള്ളതിനെ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളി വന്നിട്ടല്ലേ ഡി? എൻ്റെ ഇക്കാക്കേ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഈ ഷംന, നോക്കിക്കോ. എല്ലാ മനുഷ്യന്മാരെയും എങ്ങനെയും ബുദ്ധിമുട്ടിക്കാതെ എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്ക്? ഷംനയുടെ സങ്കടവും കണ്ണുനീരും ശാപവാക്കുകളും കേട്ട് നൂറ ഒരു നിമിഷം നെട്ടിപ്പോയി. ഞാൻ കാരണമാണോ എൻ്റെ ഇക്കാക്ക? ഒരു നിമിഷം ചിന്തിക്കാതെ ഇരിക്കാനായില്ല. 1000 വട്ടം ചിന്തിച്ചു നോക്കി. ഞാൻ എന്ത് ദുഷ്ടയാണെന്ന് പോലും മനസ്സിലൂടെ കടന്നുപോയി. ഈ എന്തൊക്കെ വർത്താനാണ് ഷംന ഈ പറയുന്നത്? ഇന്ന് പണിക്കാർ ലീവായതുകൊണ്ട് റിയാസും കൂടി പണിയെടുക്കാൻ മേലെ കയറിയതാ. ബാലൻസ് കിട്ടാതെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. ഈ ഒരു അവസ്ഥയിലും ഈ ആ പാവം പെണ്ണിനെ പച്ചക്ക് തിന്നാനാണല്ലോ എനിക്ക് ഉത്സാഹം. കഷ്ടം തന്നെ. മാധവേട്ടൻ ഷംനയെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു പോകുമ്പോൾ ആ ഒരവസ്ഥയിലും വലിയ സമാധാനം തോന്നി. ഇക്കാൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് പിന്നിൽ ആഷിഖിൻ്റെ കൈകളായിരുന്നു എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. നശിച്ച ജന്മം. ഇവിടുന്ന് അങ്ങോട്ട് മനസ്സ് മുറിക്കുന്ന വാക്കുകൾ മാത്രം കേട്ടാണ് തുടങ്ങിയത്. ശരീരം മുഴുവൻ ഒടിവും ചതവും മുറിവുകളും. ഏറെ തളർത്തി കളഞ്ഞത് ഇക്കാക്ക് നട്ടലിന് സാരമായ പരിക്കുകൾ ഉണ്ടെന്ന വാർത്തയാണ്. ഇനി എണീറ്റ് നടക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പോലും കഴിയാതെ തോറ്റുപോയ ഡോക്ടർമാർ. മണിക്കൂറുകൾ മാറി കൈകളിലേക്ക് തരുന്ന 1000-ൻ്റെയും 10,000-ൻ്റെയും ബില്ലുകൾ. കടം വാങ്ങാൻ ആളുകളുടെ മുഖം തിരിഞ്ഞ് പരാജയപ്പെട്ട നിമിഷങ്ങൾ. അവൻ്റെ ജീവൻ നിലനിർത്തണം എന്ന് മാത്രമേ ആ നിമിഷം ചിന്തിച്ചുള്ളൂ മോളെ. മെഡിക്കൽ കോളേജിലേക്ക് പോയി സമയം കളയാൻ മനസ്സ് സമ്മതിച്ചില്ല. അവിടെ ആയിരുന്നെങ്കിലേ
ഈ കുറച്ചെങ്കിലും പണത്തിന് സമാധാനം കിട്ടിയേനെ. ഒരു ക്ഷമാപണം പോലെ മാധവേട്ടൻ പറയുമ്പോൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാനേ സാധിച്ചുള്ളൂ. ആരൊക്കെയോ തന്നിട്ട് പോയ ആയിരങ്ങൾ ഒരു നേരത്തെ മരുന്നിന് പോലും തികയാതെ വന്നു. തൻ്റെ കഴുത്തിൽ ആകെയുണ്ടായിരുന്ന നേർത്ത മാല പോലും വിറ്റുകളഞ്ഞു നൂറ. ഇനി ആരിൽ നിന്നും ഒന്നും കിട്ടാനില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മടിച്ചാണ് ഷംനയോട് ഇക്കാൻ്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ചത്. ഇക്കാനെ കാണാൻ വരുന്നവരെല്ലാം പൈസ എൻ്റെ കയ്യിലല്ലേ വെച്ചേൽപ്പിച്ചത്, എല്ലാം ഈ കൈനീട്ടി മേടിക്കും ചെയ്തല്ലോ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു അവസ്ഥയിലും തിരിച്ചങ്ങനെ ഒരു ചോദ്യം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് നൂറയ്ക്ക് ആ ചോദ്യം വലിയ ഷോക്കായിരുന്നു. അന്ന് വൈകുന്നേരം വന്ന അവരുടെ ഉമ്മയുടെ കയ്യിൽ ദേഹത്തുണ്ടായിരുന്ന സ്വർണമെല്ലാം അവരെ ഊരിക്കൊടുക്കുന്നതും ഒരു ചിരിയോടെ നോക്കി നിന്നതേ ഉള്ളൂ. ഹോസ്പിറ്റലല്ലേ മോളെ, സൂക്ഷിച്ചില്ലെങ്കിലേ ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലോ? വരുത്തി തീർത്ത ചിരിയോടെ അവർ പറയുമ്പോൾ അതേ എന്ന് തലയാട്ടി കൊടുത്ത നൂറ. ഇനിയും ബോധം വരാത്തവരോട് എന്ത് പറയാം? പണമാണ് സ്നേഹം, പണമാണ് ജീവിതം എന്ന് കരുതി അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് സ്നേഹബന്ധം. ബന്ധുക്കളും സൗഹൃദങ്ങളും എന്തിനേറെ രക്തബന്ധങ്ങൾ പോലും പണത്തിൻ്റെ തൂക്കം നോക്കി സ്നേഹിക്കുന്നവരാണ്. സ്വന്തം ഭർത്താവാണ് ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവിടെ കിടക്കുന്നത്. സ്വന്തം കുട്ടികളുടെ ഉപ്പയാണ്. എന്നിട്ടും പണത്തിന് അവർ വില കൽപ്പിക്കുമ്പോൾ അവരിത്രയും കാലം കൂടെ കഴിഞ്ഞതിന് എന്തർത്ഥമാണുള്ളത്? ഉടനെ ഹോസ്പിറ്റലിലേക്ക് കെട്ടിവെക്കണമെന്ന് പറഞ്ഞ ലക്ഷ്യങ്ങൾ നൂറയുടെ അവസ്ഥയെ വീണ്ടും തോൽപ്പിച്ചു കളഞ്ഞു. നട്ടെല്ലിന് ഓപ്പറേഷൻ വേണം, അല്ലാതെ മാർഗമില്ല. വീടും സ്ഥലവും പണയം വെക്കാനോ വിൽക്കാനോ ഉള്ള സാവകാശമില്ല. പലിശയ്ക്ക് മേടിച്ചാലോ മോളെ? മാധവേട്ടൻ്റേതായിരുന്നു ഉപായം. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലല്ലോ മാധവേട്ട. വിറ്റാൽ പോലും തിരിച്ചു കൊടുക്കാൻ ആവില്ലെന്ന ബോധ്യമുള്ളതുകൊണ്ട് ആ പണിക്ക് മുതിർന്നില്ല. ഇത്രയും പൈസ കടം തരാൻ സാധിക്കുന്ന ആരെങ്കിലും മോൾക്ക് പരിചയമുണ്ടോ? അതൊരു ചോദ്യം തന്നെയായിരുന്നു. ആദ്യം അറിയില്ല എന്ന് തലയാട്ടി ഒട്ടൊരു നിമിഷം കൊണ്ട് അറിയാമെന്നായി ഉത്തരം. പക്ഷേ ഒരുറപ്പും പറയാൻ സാധിക്കില്ലായിരുന്നു. എങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഈ നിമിഷം പണം അത്യാവശ്യമാണ്. ആവശ്യക്കാരന് ഔചിത്യം പാടില്ലെന്നാണല്ലോ. മടിച്ചാണെങ്കിലും വിളിച്ചു. ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കാൻ സമയം വൈകുന്നോറും നെഞ്ചിടിപ്പ് കൂടി തുടങ്ങി. വീണ്ടും സെറീന ഡോക്ടർ എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് എന്നറിയില്ലായിരുന്നു. പക്ഷേ തൻ്റെ ഇക്കാക്കാൻ്റെ ജീവൻ മാത്രമായിരുന്നു ആ നിമിഷം തൻ്റെ ലക്ഷ്യം. ഹലോ നൂറ. ഒടുവിൽ അപ്പുറത്ത് ശബ്ദം കേട്ടു തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് തൻ്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. ഏത് വാക്കുകൾ കൊണ്ടവയെ പൂർത്തിയാക്കണം എന്ന് അറിയില്ലായിരുന്നു. എന്നെ സഹായിക്കണം, എനിക്ക് വിളിക്കാൻ മറ്റാരുമില്ല ഡോക്ടറെ. കരഞ്ഞില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിരുന്നു. കാരണം അന്ന് വൈകുന്നേരം തന്നെ തൻ്റെ കൈകളിലെത്തിയ നോട്ടുകെട്ടുകൾ നൽകിയ ആശ്വാസം ചെറുതൊന്നും അല്ലായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സെറീന ഡോക്ടർ മടങ്ങിപ്പോകുമ്പോൾ കൂടെ വന്ന അഹ്റാസ് മാധവേട്ടനോടും ഡോക്ടറോടും അവസ്ഥകളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. അവരുടെ ഇടപെടൽ ഡിസ്ചാർജായി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബില്ലിലും കാര്യമായി തന്നെ പ്രതിഫലിച്ചിരുന്നു. ജീവിതകാലം മുഴുവനും അവർക്ക് നല്ലത് മാത്രം വരണമേ എന്ന് പ്രാർത്ഥിക്കാനേ തനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അഹ്റാസിനോട് മനസ്സിൽ എന്ന് തോന്നിയിരുന്ന ദേഷ്യം വൈമാറി കടപ്പെട്ടവളാവാൻ സമയം ഒട്ടും വേണ്ടി വന്നില്ല നൂറയ്ക്ക്. പെട്ടെന്ന് അലക്കിക്കൂടെ നൂറ? ഉറക്കം വന്നിട്ട് കണ്ണെല്ലാം അടഞ്ഞു പോകുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും ഒന്ന് കിടക്കണം. അടുത്തു വന്ന് നിന്ന് തുണി എടുത്ത് അലക്കുകല്ലിലേക്ക് ആഞ്ഞു വീശുന്നുണ്ട് ഷംന. കൂടെ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. ഉമ്മയൊന്നും ചായ കുടിക്കാൻ നിന്നില്ലല്ലോ മോളെ. അവർക്ക് ചായയല്ല കൊടുക്കേണ്ടത്. ഉമ്മയുടെ ചോദ്യത്തിന് ദേഷ്യത്തോടെ മറുപടി പറയുകയും തുണിയെടുത്ത് അലക്കുകല്ലിൽ ആഞ്ഞു വീശുകയും ചെയ്തതോടെ മനസ്സിലായി അവരുടെ ഉമ്മയാണ് ചീത്ത വിളിക്കുന്നതെന്ന്. ഒരു പക്ഷേ ഇക്കാനെ ഇവിടെ വിട്ട് അവരോട് കൂടെ ചെല്ലാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ല, അത് തന്നെയാണ്. സ്വന്തം ഭർത്താവ് ഇങ്ങനെ കിടക്കുമ്പോൾ ആർക്കെങ്കിലും സ്വന്തം കാര്യം നോക്കി പോവാൻ പറ്റുമോ? എന്തിൻ്റെ പേരിലായാലും അവർക്കിങ്ങനെ പറയാൻ തോന്നിയല്ലോ. വല്ലാത്തൊരാൾക്കാർ. അതാണ് നൂറ ചിന്തിച്ചത്. താന് മാറി നിന്നാൽ അവിടെ മനോഹരമാകുമായിരുന്നു. സന തൻ്റെ ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങളും ആശിക്കത്തുള്ള നിമിഷങ്ങളിലേക്കും മനസ്സ് കൊണ്ടെത്തിച്ചു. മിഴികളിലൂടെ നനഞ്ഞൊഴുകി വീഴുന്ന കണ്ണുനീർ തുള്ളികൾക്ക് പോലും ആഷിക്കിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയാൻ സാധിക്കാത്ത മനോഭാവമായിരുന്നു. അറസ്റ്റ് ചെയ്തുവെന്ന് തൻ്റെ ഉപ്പ പറയുമ്പോൾ ഹൃദയം വിങ്ങിപ്പൊട്ടിയിരുന്നു. എത്ര കൊള്ളരുതാത്തവനായാലും എൻ്റെ 2 ചെറിയ മക്കളുടെ വാപ്പിയല്ലേ? അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ചുറ്റുമുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ ഹൃദയം പറയുന്നത് കേൾക്കാൻ ഓരോ മനുഷ്യനും തീരുമാനമെടുക്കും. അതിപ്പോൾ നല്ലതായാലും മോശമായാലും ആ തീരുമാനമെടുക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ ആവുമെന്ന് മാത്രം. നിറകണ്ണുകളിലൂടെ അവൾ അടുക്കളയിലെ ജനൽ വഴി നിലാവിനെ നോക്കി നിന്നു. അതിനരികിലായി ഒരു കുഞ്ഞു നക്ഷത്രം തനിയെ നിൽക്കുന്നത് അവൾക്ക് തോന്നി.
അത് താനാണെന്നും മനുഷ്യൻ ഒറ്റപ്പെടുമ്പോൾ ഭാവനയിൽ സൃഷ്ടിക്കുന്ന ലോകം വളരെ വിചിത്രമായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. വീട്ടിൽ അനിയൻ അഫാനുമൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് കരിഞ്ഞ മണം എന്ന് തോന്നി അയാൻ അങ്ങോട്ട് വന്നത്. ഉമ്മി, എന്താ ഒരു മണം? അവൻ മൂക്ക് പൊത്തിക്കൊണ്ട് കരഞ്ഞു. ആ വിളി പോലും സന കേട്ടില്ല. അവൾ അപ്പോഴും ആ നക്ഷത്രത്തെ നോക്കിയിരിക്കുകയായിരുന്നു. ഉമ്മി, ഉമ്മി! പെട്ടെന്ന് അവൾ തൻ്റെ ലോകത്തിലേക്ക് വന്നു. അയാൻ്റെ വിളി കേട്ട് നോക്കുമ്പോഴാണ് അടുപ്പിൽ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ കരിഞ്ഞു പോയിട്ടുണ്ട്. അവൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഒന്നിനും ഒരു താല്പര്യമില്ലാത്തതുപോലെ അങ്ങനെ നിന്നു. ഉമ്മി, എന്താ ഉമ്മി മിണ്ടാതിരിക്കുന്നേ? വാപ്പിയെ നമ്മൾ കാണൂലേ? അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിക്ക് പറഞ്ഞു വാപ്പിനെ പോലീസ് പിടിച്ചുവെന്ന്. സത്യമാണോ ഉമ്മി? ചുണ്ടുകൾ വിതുമ്പി തൻ്റെ ഉപ്പയെക്കുറിച്ച് സനയെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. സ്വബോധത്തിലേക്ക് വന്നവൾ അവൻ്റെ തലയോട് കുഞ്ഞിക്ക് പറയണത് കേൾക്കണ്ടട്ടോ എൻ്റെ കുട്ടി. വാപ്പി ഒരു സ്ഥലം വരെ പോയേക്കുവാ. അവിടെ നിന്ന് ഒരു ജോലിക്കാർ വരുമ്പോൾ മോനുവിനും കുഞ്ഞിച്ചേക്കനും നിറയെ ചോക്ലേറ്റൊക്കെ കൊണ്ടുവരും കേട്ടോ. എൻ്റെ മോൻ പോയി കളിച്ചോ. അതേ ഉമ്മി, കുഞ്ഞിക്ക് നുണ പറഞ്ഞതല്ലേ? വാപ്പി വിളിച്ചാൽ എനിക്ക് ഫോൺ തരണേ. അവൻ അതും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് ഓടിപ്പോയി. മക്കളൊക്കെ വളർന്നു വരികയാണ്. തൻ്റെ വാപ്പി ഇത്രയും ക്രൂരതകൾ ചെയ്ത മനുഷ്യനാണെന്ന് അറിയുമ്പോഴേ അതൊക്കെ എങ്ങനെ എൻ്റെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? എൻ്റെ റബ്ബേ, എനിക്കൊരു പിടിയുമില്ല. നല്ലൊരു മനുഷ്യനായി തിരിച്ചു വന്നിരുന്നാൽ മതിയായിരുന്നു. ഏതൊരു ഭാര്യയും സ്വന്തം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതല്ലേ, സമാധാനം. ഡൈവേഴ്സും എനിക്ക് സാധിക്കില്ലല്ലോ. എൻ്റെ മക്കളെ വാപ്പിയല്ലേ. ഹൃദയം നുറങ്ങിയ വേദനയുമായി അവൾ താഴേക്ക് ഇരുന്നു പോയി. തൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ നഷ്ടമാവരുത് എന്നെല്ലാം അവൾ ആലോചിച്ച് കൂട്ടിയിരുന്നു. എങ്കിലും ചെയ്തു കൂട്ടിയ ദുഷ്ടതകൾക്ക് ശിക്ഷ കിട്ടിയതിന് ശേഷം തിരികെ നല്ലൊരു മനുഷ്യനായി വരാൻ മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. കോളിംഗ് ബെൽ കേട്ടാണ് അടുക്കളയിൽ നിന്നും സന ഓടി ഡോർ തുറന്നത്. ഉപ്പയും കൂടെ ആഷിഖാൻ്റെ ഉപ്പയുമുണ്ട്. അവളെ കണ്ടതും ആഷിഖിൻ്റെ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. കറുത്ത പാടുകൾ കൊണ്ട് കണ്ണുകൾ മൂടിയ മെലിഞ്ഞ രൂപം. അതായിരുന്നു അവിടെ നിന്നും പോയതിനു ശേഷം അവൾ നേടിയെടുത്ത സമ്പാദ്യം. കയറിയിരുന്നവർ വർത്തമാനങ്ങൾ പറഞ്ഞ് അതിനിടയിൽ കൊച്ചുമക്കളെ കളിപ്പിക്കാനും ആഷിഖിൻ്റെ ഉപ്പ മറന്നില്ല. മോളെ സന, നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എത്രയായാലും നിൻ്റെ ഭർത്താവല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസേ അവനെ കാണാൻ പോയിരുന്നു. ഉപ്പ, ആഷിഖാക്ക് എങ്ങനെയുണ്ട് അവിടെ? എന്നെ അന്വേഷിച്ചോ? മക്കളെ അന്വേഷിച്ചോ? അവർ പോലീസുകാരെ ഉപദ്രവിക്കുന്നുണ്ടോ? മോളെ, ഈ ശാന്തമായിട്ട് ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക്. അവനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. ചെയ്തു കൂട്ടിയ എല്ലാ പ്രശ്നങ്ങളിലും നല്ലൊരു മനുഷ്യനായി ശിക്ഷ കഴിഞ്ഞ് തിരികെ വരാമെന്നുള്ള വാക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ കള്ളത്തരൊന്നും ഉപ്പാക്ക് തോന്നിയില്ല മോളെ. പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ തേങ്ങി കരയുന്ന പോലെ ഈ ഉപ്പാക്ക് തോന്നി. ഇക്ക തിരികെ വരുന്നതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല ഉപ്പ. എൻ്റെ മക്കളെ വാപ്പിയാണല്ലോ. പക്ഷേ ചെയ്തു കൂട്ടിയ എല്ലാ ക്രൂരതക്കും പ്രായശ്ചിത്തം ചെയ്യണം. എത്ര പെൺകുട്ടികൾ, പ്രത്യേകിച്ച് നൂറയോടും അതുപോലെ ആ ഡോക്ടറോടും കാല് പിടിച്ച് മാപ്പ് പറയണം. അങ്ങനെയെങ്കിലും നന്നായെന്ന് കാണാലോ ഒക്കെയെ. ഈ വാശിയും ദേഷ്യവും താൻ ഒന്നിൻ്റെ മുന്നിലും തോറ്റുപോകരുത് എന്നുള്ള ധാരണയുമുള്ള കാലത്തോളം ആഷിക്ക ഇനിയും. അതേടോ, അവൾ പറയുന്നതും കാര്യമുണ്ട്. അതിൽ പ്രായശ്ചിത്തം കണ്ടില്ല എങ്കിലേ ഈ കുഞ്ഞു മക്കളിലേക്കും അത് ബാധിക്കും. ശാപം. കുറേ പൈസ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ മോൾക്ക് അവിടെ സമാധാനം വേണ്ടേ? സനയുടെ ഉപ്പ തൻ്റെ കൂടെ അഭിപ്രായം പറഞ്ഞു നിർത്തി. അവൻ ജയിലിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടോ. നാളെ മംഗലാപുരം വരെ പോവാണ്ട്. കണക്കുകളൊക്കെ നോക്കിയിട്ട് കുറേയായി. സനമോളെ, അവനെ സ്വീകരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നിർബന്ധിക്കുന്നുമില്ല. എല്ലാം നിൻ്റെ ഇഷ്ടം. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൂടുതലൊന്നും അയാളുടെ മനസ്സിൽ കടന്നു വന്നില്ല. അത്രത്തോളം ഉണ്ടായിരുന്നു ആഷിഖ് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ. പക്ഷേ സ്വന്തം മകൻ്റെ കണ്ണുനീർ അയാളെ ഹൃദയത്തെ നനയിച്ചു കളഞ്ഞിരുന്നു. വാനോളമുള്ള സങ്കടങ്ങളെ പുറത്തു കാണിക്കാൻ അറിയാത്ത അതിശയമാണ് ഉപ്പ, അല്ലേ? കഷ്ടായിപ്പോയി. ഇനി ഈ പെണ്ണിനും കുട്ടികൾക്കും ഇനി ആരുണ്ട് റബ്ബേ? സാബിറിൻ്റെ ഉമ്മ റിയാസിനെ അടിമുടി നോക്കിക്കൊണ്ട് അടുത്തു നിൽക്കുന്ന ഷംനയെ ഒന്ന് തൊട്ട് തലോടി സഹതാപത്തോടെ പറഞ്ഞു. അടുത്തു നിന്നിരുന്ന ഷംന അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ ഒന്ന് ഏങ്ങിപ്പോയി. നാദിറ കണ്ണെടുക്കാതെ ഇക്കയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇടമുറിയാതെ ഒഴുകുന്ന കണ്ണീർ തുള്ളിയെ സാക്ഷിയാക്കി. ഒരു ഉച്ച സമയത്താണ് സാബിറും കുടുംബവും റിയാസിനെ കാണാൻ വേണ്ടി വരുന്നത്. റിയാസ് കിടക്കുന്ന റൂമിൽ തന്നെ കസേരയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും ഇനി മുന്നോട്ടുള്ള ചികിത്സയും എല്ലാം സംസാര വിഷയങ്ങളാണ്. ഈ പെണ്ണിന് പോവൂലേ? അവൾക്ക് കുടിക്കാനുള്ള വെള്ളവുമായി നൂറ വരുന്നത് കണ്ടപ്പോൾ സാബിറിൻ്റെ ഉമ്മ ഷംനയോട് അടക്കം ചോദിച്ചു. ഷംന എന്തോ അതിനുത്തരം നൽകാതെ മൗനമായി നിൽക്കുകയാണ് ചെയ്തത്. നാദി, ഇതങ്ങോട്ട് കൊടുത്തേക്കിട്ടോ. താൻ അങ്ങോട്ട് കടന്നു ചെന്നാൽ ഉണ്ടാവാൻ പോകുന്ന സംസാരങ്ങൾ ഓർത്തോ സാബിറിൻ്റെ സാന്നിധ്യം അറിഞ്ഞോ നൂറ അകത്തേക്ക് കയറാൻ തയ്യാറായില്ല.
പുതിയ ജോലിയൊക്കെ നൂറ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കുത്താതെ ഇരിക്കാൻ സാബിറിൻ്റെ ഉമ്മാക്ക് ആവുന്നില്ലായിരുന്നില്ല. നോക്കുന്നുണ്ട്, റെഡി ആയിട്ടില്ല. അവരെ നൂറ മോഷിപ്പിച്ചതുമില്ല. എന്നാൽ ഈ പൈസ കയ്യിൽ വെച്ചോ. എന്തൊക്കെ ചിലവുള്ളതാ? അവളെ കയ്യിലേക്ക് കൊടുക്കണ്ട, നിനക്കല്ലേ ചിലവ് അറിയൂ. ഷംനയുടെ കയ്യിലേക്ക് 500ൻ്റെ കുറച്ച് നോട്ടുകൾ സാബിറിൻ്റെ ഉമ്മ വെച്ചു കൊടുത്തു. നൂറയുടെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് സാബിർ ഏൽപ്പിച്ചതാണ് അവരെ. അപ്പോഴേ ഉറപ്പായിരുന്നു അവൾക്ക് കൊടുക്കില്ലെന്ന്. അവൻ ഏൽപ്പിച്ചതിൽ നിന്ന് പകുതിയും അവർ വീട്ടിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കൊടുത്തു എന്ന പേരുമായി. അവർക്ക് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കിയ ഊണെടുത്ത് മേശയിലേക്ക് വെക്കുന്ന നേരമാണ് പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത്. നൂറ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ പോസ്റ്റ്മാനാണ്. എന്താ ഇപ്പോൾ ഇവിടെ പോസ്റ്റിൽ വരാൻ? നെറ്റി ചുളിച്ചുകൊണ്ട് സംശയത്തോടെ നൂറ ഇറങ്ങി. ഒരു രജിസ്ട്രേഷൻ കിട്ടോ റിയാസ്? ഇക്കയുടെ അവസ്ഥ പോസ്റ്റ്മാനോട് പറഞ്ഞ് മനസ്സിലാക്കി കത്ത് ഒപ്പിട്ട് വാങ്ങിയ നൂറ അത് പൊളിച്ചു നോക്കിയതേ അവൾക്ക് ഓർമ്മയുള്ളൂ. തൻ്റെ കൺമുന്നിലുള്ള ലോകം ഒന്നാകെ കറങ്ങുന്ന പോലെ തോന്നി അവൾക്ക്. ഒരുപാട് സമയമായിട്ടും പുറത്തേക്കിറങ്ങിയവളെ കാണാഞ്ഞിട്ട് തിരിഞ്ഞു വന്ന നാദിറ സിറ്റൗട്ടിലെ പടിയിൽ തളർന്നിരിക്കുന്നവളെ കണ്ട് പരിഭ്രമിച്ചു. എന്താ ഇത്താത്ത? ഏതോ ലോകത്ത് ആയിരുന്നവൾ കയ്യിലുണ്ടായിരുന്ന ആ രജിസ്റ്റേർഡ് എടുത്ത് നാദിറയുടെ കയ്യിലേക്ക് കൊടുത്ത് ഒരു പാവയെ പോലെ അകത്തേക്ക് നടന്നു നീങ്ങി. നൂറ ഏൽപ്പിച്ച കത്ത് വായിച്ചു നോക്കിയ നാദിറയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഇനി എന്തു ചെയ്യും എൻ്റെ റബ്ബേ? നാദിറ നെഞ്ചിൽ കൈവച്ച് ഒന്ന് തേങ്ങി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും കമൻറ്റും സപ്പോർട്ടും ചെയ്യണേ. അസ്സലാമു അലൈക്കും.